നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. അതുകൊണ്ട് മോനെ, ജീവിതം അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാവണം. ഇന്ന് കണ്ടില്ലേ അവിടെ ഇവിടെയൊക്കെ പെമ്പിള്ളേര് ഒളിച്ചോടുന്നത് കാണാം. എന്തേ അങ്ങനെ ഒളിച്ചോടാനുള്ള കാരണം? വീടുകളിൽ ഈമാനികമായ ചിട്ടയില്ല, ഇസ്ലാമികമായ ചുറ്റുപാടില്ല, അള്ളാഹുവിനെ കുറിച്ച് അറിയാനുള്ള സാധ്യതകളില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തുന്ന വിചാരങ്ങളില്ല, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വഴികളൊന്നുമില്ല. മറിച്ചോ ദുനിയാവിലേക്ക് ഒരു മോനുണ്ടായാൽ എങ്ങനെയെങ്കിലും ഡോക്ടറോ എഞ്ചിനീയറോ പണക്കാരനോ ചില്ലറക്കാരനോ ആകണം, അല്ലാതെ അവൻ ആലിമാകണമെന്ന വിചാരമില്ല. എന്റെ മകനൊരു പണ്ഡിതനാകട്ടെ, എന്റെ മകൾ ഖുർആൻ പഠിക്കട്ടെ, എന്റെ മകൻ അള്ളാഹുവിന്റെ വഴിയിൽ വരട്ടെ എന്ന് ചിന്തിക്കുവാൻ ആളുകളില്ല. ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല, വിഷയം വിശാലമാണ്. മുൻഗാമികളെല്ലാം അവരുടെ വഴിയിൽ നല്ലതുപോലെ കടന്നുപോയവരാണ്, മാന്യമായി ജീവിച്ച് സ്വർഗം കണ്ട് മരിച്ചവരാണ്. ഒന്ന് രണ്ട് ഉദാഹരണം കൂടി ഞാൻ പറയട്ടെ. ഞാൻ ഉദ്ദേശിച്ച വിഷയത്തിലേക്ക് സ്വസ്ഥമായി കടക്കാൻ പോലും സമയം കിട്ടിയിട്ടില്ല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആരാണ്? അതുപോലെ തന്നെ ഷഹീദാണ്, കൊല ചെയ്യപ്പെട്ട മഹാനാണ്. ലമ്മാ ദുരിബ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു അവിടുന്ന് മർദ്ദനമേറ്റു മരിച്ചു. മാ ഫഅല ളാരിബി, എന്നെ അടിച്ചവനെ നിങ്ങൾ എന്ത് ചെയ്തു? ഖാലൂ ഖദ് അഖദ്നാഹു, ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് അലിയാര് തങ്ങളെ ആക്രമിച്ച അക്രമിയെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. ഖാല, അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അത്ഇമൂഹു മിൻ തഅമീ, എന്റെ ഭക്ഷണത്തിൽ നിന്ന് അവന് ഭക്ഷണം കൊടുക്കണം, എന്റെ പാനീയത്തിൽ നിന്ന് അവന് പാനീയം കൊടുക്കണം. മാത്രമല്ല, ഫൈൻ അന ഇസ്തുറഅയ്തു ഫീഹി റഈ, ഞാൻ ഈ കിടക്കയിൽ മരിച്ചില്ലെങ്കിൽ അവനെ എന്തു ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. അതേ സമയത്ത് വൈൻ അനമിത്തു, ഞാൻ മരിച്ചുപോയാൽ കോടതി നിയമം അനുസരിച്ച് ഫദ്രിബൂഹു ദർബത്തൻ വാഹിദാ ലാ തസീദൂ അലൈഹാ, ഒരടി നിങ്ങൾ അടിച്ചോ, അതിലേറെ അടിക്കാൻ പാടില്ല. കാരണം അയാൾ എന്നെ ഒരടിയേ അടിച്ചിട്ടുള്ളൂ, അതിൽ എനിക്ക് ആഴമേറിയ പരിക്ക് പറ്റിയെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ പറഞ്ഞു, എന്റെ കഫൻ പുടവേ നിങ്ങൾ നല്ലതുപോലെ റെഡിയാക്കി വെച്ചോ, അതിൽ നിങ്ങൾ വില കൂടിയത് ഉപയോഗിക്കല്ലേ. നിങ്ങൾ എന്റെ ജനാസയും കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ഓടിപ്പോകാനോ മെല്ലെയാകാനോ പാടില്ല. ഞാൻ നല്ലയാളാണെങ്കിൽ വേഗം പരലോകത്തേക്ക് പോയിക്കോട്ടെ, ഞാൻ മോശക്കാരനാണെങ്കിൽ നിങ്ങൾ എന്നെ ചുമന്നോണ്ട് നടന്ന് വിഷമിക്കണ്ട എന്ന് പറഞ്ഞ അലി റളിയല്ലാഹു അൻഹു അതാ ചിരിച്ചുകൊണ്ട് കിടക്കുന്നില്ലേ. ആ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവസാനം മോഹനമായ സ്വർഗം കണ്ട് ശോഭനമായ പറുദീസയിലേക്ക് കടന്നുപോയ മഹാനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമുക്കും മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് മരിക്കണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന മഹത്തായ ആശയങ്ങൾ ഉൾക്കൊണ്ട് ജീവിച്ച് അവിടുത്തെ വഴിയിൽ മുന്നോട്ട് പോയി അള്ളാഹുവിന്റെ തൃപ്തിയിലായി ജീവിക്കണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള വിചാരം വേണം. പരലോകത്തെ കുറിച്ച് വിചാരിക്കാൻ നമ്മുടെ വീട്ടിൽ സാഹചര്യമില്ല, നമ്മുടെ പാഠശാലയിൽ സാഹചര്യമില്ല. മുൻഗാമികൾ അങ്ങനെയല്ല. അവരുടെ കൽബിന്റെ ഉള്ളിലേക്ക് ആയത്ത് കേൾക്കുമ്പോൾ വജിലത്തു ഖുലൂബുഹും, അവരുടെ കൽബുകൾ പിടച്ചുപോയി. ബഹുമാനപ്പെട്ട ഇമാം യാഫഈ റളിയല്ലാഹു അൻഹു റൗദുർ റയാഹീനിൽ പറയുന്നുണ്ട്, عن منصور بن عمار رضي الله عنه قال رأيت في بعض الأيام شابا يصلي صلاة الخائفين. ഞാൻ നോക്കിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ കണ്ടില്ലേ, അള്ളാഹുവിനെ ഭയക്കുന്ന രൂപത്തിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. ഞാനപ്പോ തന്നെ മനസ്സിലാക്കി, ഇത് ചിലപ്പോൾ ഔലിയാക്കളിൽപ്പെട്ട ഒരാളായിരിക്കും. അങ്ങനെ ഒരു ദിവസം നിസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞപ്പോൾ സുമ്മ സല്ലംതു അലൈഹി, ഞാൻ പോയി ആ ചെറുപ്പക്കാരന് സലാം പറഞ്ഞു. ഫറദ്ദ അലയ്യ സലാമ,
എന്നിലേക്ക് സലാം മടക്കി. ഫഖുൽതു ലഹു അലം തഅലം അന്ന ഫീ ജഹന്നമ വാദിയൻ യുഖാലു ലഹു ലല്ലാ നസാഅതൻ ലിശ്ശവാ. ഞാൻ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, നരകത്തിൽ അല്ലാ എന്നൊരു താഴ്വരയില്ലേ? തുടർന്നുള്ള നരകത്തെ കുറിച്ചുള്ള ആയത്ത് ഞാൻ ഓതി. അപ്പോഴേക്ക് ഒരട്ടഹാസമാണ് ആ ചെറുപ്പക്കാരൻ. ബോധരഹിതനായി അങ്ങ് വീണു. ബോധം തെളിഞ്ഞപ്പോൾ എന്നോട് പറയുകയാണ്, സിദ്നി, കുറച്ചുകൂടി ആയത്തുകൾ ഓതി തന്നെ. ഫഖുൽതു, ഞാൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. ഞാൻ ആ ചെറുപ്പക്കാരന് ഓതിക്കൊടുത്തു, നിങ്ങൾ നിങ്ങളുടെയും കുടുംബത്തിന്റെയും ശരീരങ്ങളെ നരകത്തിൽ നിന്ന് കാക്കണം. നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യനും കല്ലുകളുമാണ്. അതിൽ ദൃഢന്മാരായ മലായികത്തുകളുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് മാത്രം നിൽക്കുന്ന മാലാഖമാരാണ്. അന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ നരകത്തെ കുറിച്ചുള്ള ആയത്തങ്ങ് ഓതിക്കൊടുത്തപ്പോൾ അള്ളാഹുവിന്റെ ഖുർആൻ കേട്ട് ഈമാൻ കൂടിയ മനുഷ്യൻ അതാ മരിച്ചു വീഴുന്നു. വസ്ത്രമെന്ന് നീക്കി നോക്കിയപ്പോൾ അതാ മാറിന്റെ ഭാഗത്ത് എഴുതി വച്ചിരിക്കുന്നു, സ്വർഗത്തിലാണ്, നല്ല പട്ടുടയാടകൾ ധരിച്ചുകൊണ്ടാണ്, അള്ളാഹുവിന്റെ ആനുകൂല്യങ്ങളുടെ നടുവിലാണ് എന്ന് സൂചന നൽകുന്ന ആയത്തുകൾ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ പാലിക്കുന്ന ആളുകൾ, അവർക്ക് സ്വർഗമുണ്ട്. ഉമ്മമാരെ, ഞാൻ നീട്ടിപ്പറയുന്നില്ല. കണ്ടില്ലയോ സഹ്റാ ഫാത്തിമ റളിയല്ലാഹു അൻഹ ആരാണ്? ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹ ആരാണ്? ലമ്മാ ഹളറത്ത് ഫാത്തിമത്തു റളിയല്ലാഹു അൻഹ അൽ വഫാ, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വാസന്ന സമയമായപ്പോൾ دعت بماء فاغتسلت ثم دعت بحنوط فتحنطت ثم دعت بثياب أكفانها فلبست ثم قالت إذا أنا مت فلا تحركني. മരണത്തിന്റെ സമയം നേരത്തെ അറിഞ്ഞ മഹദിയാണ്. വെള്ളം കൊണ്ടുവരൂ, കുളിച്ച് റെഡിയായി. സുഗന്ധം കൊണ്ടുവരൂ, അത് പുരട്ടി റെഡിയായി. കഫൻ പുടവ കൊണ്ടുവരൂ, അത് പുതച്ചു റെഡിയായി കിടക്കുകയാണ്. പോകാൻ യാത്രയ്ക്കൊരുങ്ങിപ്പോയി. ബഹുമാനപ്പെട്ട കസീർ ഇബ്നു അബ്ബാസ് എന്നവരും ഇതുപോലെയായിരുന്നു എന്ന് മഹാന്മാര് രേഖപ്പെടുത്തുന്നു. അല്ലാഹു ജല്ല ജലാലുഹു ആഖിബത്ത് നന്നായി മരിക്കുന്ന സ്വാലിഹുകളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി തരട്ടെ. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മുൻഗാമികളായ എല്ലാ ഇമാമുകളും സ്വർഗം കണ്ടുകൊണ്ട് അള്ളാഹുവിലേക്ക് ലയിച്ചു ചേർന്ന് മരിച്ച മഹാന്മാരാണ്. മുഹമ്മദുൽ ഹനഫിയ്യ റളിയല്ലാഹു അൻഹു ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിൽപ്പെട്ട മഹാനാണ്. ആ മുഹമ്മദുൽ ഹനഫിയ്യ എന്നവർ വഫാത്തിന്റെ സമയമെടുത്തപ്പോൾ വിറച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയക്കുന്നു. അവസാനം മരണത്തിന്റെ സമയമായപ്പോൾ പറഞ്ഞു, മോനെ അബുനയ്യ ലൗ റഅയ്ത മാ റഅയ്തു, മോനെ ഞാൻ കാണുന്നത് നീ കണ്ടുപോയാൽ ഖറത്ത് ഐനാക, നീ ഇപ്പ മരിക്കാൻ ഇഷ്ടപ്പെട്ടു പോകും.
അതുകൊണ്ട് മോനെ, ഇത് സ്വർഗത്തിലേക്കുള്ള യാത്രയാണ്. 4 മദ്ഹബിന്റെ ഇമാമുകളുടെയും വഫാത്ത് പറയാനുണ്ട്. 6 ഹദീസിന്റെ ഇമാമുകളുടെയും വഫാത്ത് ഓർമ്മപ്പെടുത്താനുണ്ട്. ആയിരക്കണക്കിന് മഹാന്മാർ അവരെല്ലാവരും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തിട്ട് മരണത്തിന്റെ സമയം നേരത്തെ അറിഞ്ഞവരുണ്ട്. കഫൻ പുടവ അണിഞ്ഞിട്ട് കിടന്നു പോയവരുണ്ട്. അതുപോലെ തന്നെ വീട്ടിലുള്ള എല്ലാവരോടും മാറി നിൽക്കാൻ പറഞ്ഞിട്ട് അവസാനം സുഗന്ധം ഉപയോഗിച്ചിട്ട് കിടന്ന മഹാന്മാരുണ്ട്. അതാ കണ്ടില്ലേ, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആരാണ്? പ്രമുഖനായ സ്വഹാബിയാണ്. ദിഗ്വിജയങ്ങളിൽ നബിതങ്ങളെ അനുസ്മരിപ്പിച്ച മഹാനാണ്. അപ്പോൾ മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, പാത്രം കൊണ്ടുവരൂ. പാത്രത്തിൽ വെള്ളത്തിൽ സുഗന്ധം കലർത്തൂ, അതിവിടെയെല്ലാം തളിച്ചു വൃത്തിയാക്കൂ. ഫിന്നഹു യഹ്ദുറുനി ഖൽഖും മിൻ ഖൽഖില്ലാഹി അസ്സ വജല്ല. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ നിന്ന് ഒരു പറ്റം ആളുകൾ ഇവിടെ വരാനുണ്ട്. യജിദൂന الريح ولا يأكلون الطعام. സുഗന്ധം സ്വീകരിക്കുന്നവർ ഭക്ഷണം കഴിക്കാത്തവരുമാണ്. അങ്ങനെ വീട്ടുകാരി അതെല്ലാം ചെയ്തു. അപ്പോൾ പറഞ്ഞു, മേലത്തെ റൂമിലാണ്, തട്ടിന്റെ മേലെയുള്ള റൂമിലാണ്. എന്നാ മോളെ, അസ്സലാമു അലൈക്കും, താഴോട്ടിറങ്ങിക്കോ. ഫഫഅലത്ത്. അങ്ങനെ വീട്ടുകാരിയെല്ലാം സുഗന്ധം തെളിച്ച് സൽമാനുൽ ഫാരിസി തങ്ങൾ കിടക്കുമ്പോൾ അവിടെ നിറങ്ങി താഴോട്ട് പോയി. അല്പം കഴിഞ്ഞ് മേലെ കയറി വന്നപ്പോൾ ഫൈദാ ഹുവ ഖദ് മാത, മഹാനവർകൾ മരണപ്പെട്ടു പോയി.